നമസ്കാരം. നമ്മൾ എവിടെയാണ് ഇപ്പോൾ? നമസ്കാരം. നമ്മുടെ കമ്പനിയാണ് SPC 5 രൂപയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ചെറിയ തക്കാളി ആയാലും വെണ്ടയ്ക്ക ആയാലും വഴുതനങ്ങയ്ക്കും ഒക്കെ ആയിട്ട് 5 രൂപയുടെ പാക്കറ്റ്. ഇത് കോടിക്കണക്കിനുള്ള മെഷീൻ ആയിരിക്കും. ഇത് കണ്ടോ സംഭവം തന്നെ ഈ 4 എണ്ണത്തിന് വീണ്ടും ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് വീണ്ടും അവിടെ പോയിട്ട് മിക്സ് ആയിട്ടാണ് വീണ്ടും അവിടെ പോകുന്നത്. ഇതുപോലെ ബെൽറ്റ് വഴി എല്ലാ സാധനവും വന്നത് ഇവിടെ വരും. ഇവിടെ നമ്മുടെ പായ്ക്ക് വരും. ഈ നോക്ക്, ഹൈവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ്, നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ് കമ്പനി കേട്ടോ. അപ്പം അവിടെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡ്. പിന്നെ അകത്തോട്ട് നോക്കാം, അതൊക്കെ കാണാം. ഇതൊക്കെ ചോദിക്കാം. സംഗതി എന്താന്ന് മനസ്സിലായോ സാറേ? സാധാരണ കക്കയൊക്കെ പിന്നെ നീറ്റിയാണ് നാട്ടിലെല്ലാരും ഉപയോഗിക്കാറുള്ളത്. അത് വളരെ ദോഷമാണെന്നുള്ളത് നമ്മൾ പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്. പച്ചക്കക്കയാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. അപ്പൊ ഇത് എവിടെ നിന്നുള്ള കക്കയാ? ഇത് ശരിക്കും മുരിങ്ങ കക്ക എന്ന് പറയും. കടലിൽ നിന്ന് എടുക്കുന്ന കക്കയാണ്. ഇത് സാധാരണ കക്കയെക്കാട്ടിലും ഇതിനകത്ത് നല്ല കാൽസ്യത്തിന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ പ്രത്യേകിച്ചും കേരളമൊക്കെ ഫ്ലഡൊക്കെ കഴിഞ്ഞ പിന്നെ മുഴുവൻ സ്ഥലത്തെയും pH 5 വരെ താഴെയായി. അപ്പോൾ ഹൈലി അസിഡിക് സോയിലായി. നമുക്കറിയാം pH എന്ന് പറഞ്ഞാൽ 0 മുതൽ 14 വരെയാണ്. ന്യൂട്രൽ pH 7 ആണ്. അപ്പോൾ സാധാരണ കർഷകന് പലർക്കും ഇത് അറിയില്ല. അപ്പോൾ 7 താഴെ pH എത്തിയാൽ അസിഡിക് സോയിലിൽ കൃഷി ശരിയാവില്ല. അപ്പോൾ 6-ക്ക് 7.5-ക്ക് ഉള്ളിലുള്ള ഒരു pH കിട്ടണം. അതിന് ഏറ്റവും സാധാരണ കർഷകൻ ചെയ്യുന്നത് ഈ പറയുന്ന കുമ്മായം വാരിയിടുകയാണ്. കുമ്മായം കാൽസ്യം ഓക്സൈഡാണ്. ആ കാൽസ്യം ഓക്സൈഡ് മണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ മണ്ണിലുള്ള മൈക്രോബ്സും മണ്ണര എല്ലാം ചത്തുപോകും. ഒറ്റയടിക്ക് pH 9-ലേക്ക് എത്തും. അത് ചെടിക്ക് നല്ലതല്ല. ഒരു 45 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഡൗൺ ആയി വീണ്ടും അസിഡിക് സോയിലാവും. പക്ഷേ നമ്മൾ ഈ പച്ചക്ക് പൊടിച്ച് ഇതിൻ്റെ കൃത്യമായ അനുപാതത്തിൽ മഗ്നീഷ്യവും ചേർത്ത് മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇത് പൊടിച്ച് ഇതിൻ്റെ തരികൾ മണ്ണിലുണ്ടെങ്കിൽ എപ്പോഴൊക്കെ മണ്ണിൻ്റെ pH താഴുന്ന ഓട്ടോമാറ്റിക്കലി ഇത് പൊടിഞ്ഞ് pH 7-ലേക്ക് എത്തും. 7-ലേക്ക് എത്തിയാൽ ഇത് പൊടിയിൽ ക്ലോസ് ആവും. പിന്നെയും ഒരു വലിയ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ 5.5 മഴവെള്ളത്തിൻ്റെ pH. അപ്പോൾ pH വീണ്ടും താഴും. അപ്പോൾ വീണ്ടും ഇത് പൊടിയാൻ തുടങ്ങും. അപ്പോൾ മണ്ണിൽ വർഷം മുഴുവൻ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് pH 7 സസ്റ്റെയിൻ ചെയ്യിക്കാനാണ് നമ്മൾ ഈ pH ബൂസ്റ്റർ കൊടുക്കുന്നത്. മറ്റേ നമ്മളുടെ കുമ്മായം ഇടുമ്പോൾ 45 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇടുന്നു. ആ സമയത്ത് കർഷകൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്, കുമ്മായം ഇടുന്ന സമയത്ത് നമ്മൾ മണ്ണ് ഇളതായി പോകുന്നത് കൊണ്ട് ആ സമയത്ത് വളം ചെയ്യത്തില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വളം ചെയ്യാറാകുമ്പോൾ മഴ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർഷകന് ഇത് വലിയൊരു ടെൻഷനാണ്. ഇതിനോടൊപ്പം തന്നെ വളം ചെയ്യാം. ഇത് ഒന്നിച്ച് വളവും ഇടാം. ഒരിക്കലും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. മഴ പെയ്യുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ടാണ്. അതുകൊണ്ട് ഇത് സാധാരണ